ഓക്കെ, നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വിച്ച് സൈറ്റ് വാസ് ദ ഡോക്ക് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നാണ് ചോദിക്കുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഡോക്ക് ഏതായിരുന്നു എന്നാണ്. ഡോക്കായിട്ട് എന്താണ് പരിഗണിച്ചിരുന്ന അല്ലെങ്കിൽ ഡോക്കായിട്ട് പ്രവർത്തിച്ചിരുന്ന സൈറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. രാഖി ഗാർഹി ഉണ്ട്, ധോളവീര, കാലിബംഗൻ, ലോത്തൽ. ഇതിലേതാണ്? എല്ലാം ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ്സ് ആണ്. ഇതിൽ ഡോക്കായിട്ട് ഉണ്ടായിരുന്നത് ഏത് സൈറ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. അത് ലോത്തലാണ് ഡോക്ക്. അതെവിടെയാണ്? ഗുജറാത്തിലാണ്. ഓക്കെ, ഗുജറാത്തിൽ തന്നെയാണ് ധോളവീരയുള്ളത് ഗുജറാത്തിൽ തന്നെയാണ്. കാലിബംഗൻ രാജസ്ഥാനിലാണ്. രാഖി ഗാർഹി എന്ന് പറയുന്നത് ഹരിയാനയിലാണ്. ഇതിൽ തന്നെ രാഖി ഗാർഹിയാണ് ഏറ്റവും ലാർജസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിയാനയുള്ള രാഖി ഗാർഹിയാണ്. രാഖി ഗാർഹി മുമ്പ് ലാർജസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നതാണ് ഈ ധോളവീര. ഡോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോത്തലാണ്. പിന്നെ കാലിബംഗൻ ഉണ്ട്, അത് രാജസ്ഥാനിലുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഗ്യാസ് ഈസ് നീഡഡ് ടു മേക്ക് വനസ്പതി ഗീ? വനസ്പതി ഗീയുടെ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് ഹൈഡ്രജൻ ആണ്. ഈ സമയത്ത് ഇതിന്റെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിക്കലാണ്. കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നിക്കലിനെയും ഗ്യാസ് യൂസ് ടു മേക്ക് വനസ്പതി ഗീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രജനും ആണ്. ഓക്കെ, നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് വൈറ്റാമിൻ സി? ഓക്കെ, വിറ്റാമിനും അതിൻ്റെ കെമിക്കൽ നെയിംസും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വിറ്റാമിൻ സിയുടെ കെമിക്കൽ നെയിമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? റെറ്റിനോൾ ഉണ്ട്, ടോക്കോഫിറോൾ, അസ്കോർബിക് ആസിഡ്, അതുപോലെ തന്നെ ഫില്ലോക്കിനോൺ. ഏതാണ്? അസ്കോർബിക് ആസിഡ് ആണ്. ഓക്കെ, വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ആണ്. വിറ്റാമിൻസിൽ ഒരെണ്ണമാണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത്. ബിയും അതുപോലെ തന്നെ സിയും ആണ് വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വൈറ്റാമിൻസ്. അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള വൈറ്റാമിൻസ് ആണ് ബാക്കിയുള്ളത്. അതായത് എ, ഡി, ഇ, കെ. അല്ലെങ്കിൽ കൂടുതലും പേര് ഓർത്ത് വെച്ചിരിക്കുന്ന കോഡാണ് എന്താണ്? കേട. ഫാറ്റ് ശരീരത്തിന് കേട എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാറുണ്ട്. അപ്പോൾ കേട. അപ്പോൾ അതാണ്, അതായത് എ, ഡി, ഇ, കെ ഇതെല്ലാം ഫാറ്റ് സോളിബിൾ ആണ്. അതുപോലെ ബിയും സിയും എന്താണ്? വാട്ടർ സോളിബിൾ ആണ്. ഇതിൽ കൂടുതലും ബി കോംപ്ലക്സ് വൈറ്റാമിൻ നോക്കിക്കഴിഞ്ഞാലും അതുപോലെ സിയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പേര് വന്നിരിക്കുന്ന അസ്കോർബിക് ആസിഡ് എന്നാണ്. അതുപോലെ തന്നെ ബി കോംപ്ലക്സിലും കൂടുതലും ഉള്ളത് ആസിഡ്സ് ആണ്. അപ്പോൾ ഈ ആസിഡ്സ് എല്ലാം എന്താണ്? ഈ വാട്ടർ സോളിബിൾ ആണ്. ഓക്കെ, പിന്നെ അപ്പോൾ അടുത്ത ഓപ്ഷൻ ബാക്കിയുള്ള ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ റെറ്റിനോൾ നമുക്കറിയാം. വിറ്റാമിൻ എയുടെ കെമിക്കൽ നെയിമാണ് ഏതെന്ന് പറയുന്നത്? റെറ്റിനോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിമാണ് റെറ്റിനോൾ എന്നറിയപ്പെടുന്നത്. ഏതിനാണ്? കൂടുതലും നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ചെയ്യുന്ന വിറ്റാമിനാണ് എന്ന് പറയുന്നത് വിറ്റാമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ. ഇനിയുണ്ട് ടോക്കോഫിറോൾ ഉണ്ട്. ടോക്കോഫിറോൾ ഇ ആണ്. വിറ്റാമിൻ ഇ ആണ് ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്നത്. ഫില്ലോക്കിനോൺ ഉണ്ട്, അത് കെ ആണ്. വിറ്റാമിൻ കെ ആണ് ഫില്ലോക്കിനോൺ. ഇയും കെയും അതുപോലെ എയും അതുപോലെ തന്നെ ഡി ഉണ്ട്. ഡി എന്തോ അറിയപ്പെടുന്നത്? കാൽസിഫെറോൾ. ഓക്കെ, ബിയിൽ ഒരുപാട് എണ്ണം ഉണ്ട്, ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ബിയിലുള്ളത് എന്താണ്? ബി കോംപ്ലക്സ് വിറ്റാമിൻസ് ഇനിയും ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. അപ്പം എന്ത് ചെയ്യും? അതിൽ നമ്മൾ ഓരോന്നായിട്ട് പഠിക്കും. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് റെറ്റിനോൾ വിറ്റാമിൻ എ, ടോക്കോഫിറോൾ ഇ, ഫില്ലോക്കിനോൺ കെ, അതുപോലെ തന്നെ അസ്കോർബിക് ആസിഡ് വൈറ്റാമിൻ സി ആണ്. ഓക്കെ, ഹൗ മെനി പ്ലെയേഴ്സ് ആർ ദെയർ ഇൻ കബഡി? കബഡിയിൽ എത്ര പ്ലെയേഴ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. 8, 7, 6, 11. എത്ര പേരുണ്ട്? 7 പേരുണ്ട്. 7 പേരാണ് കബഡിയിൽ ഒരു ടീമിൽ ഉണ്ടാവുന്ന കളിക്കാരെന്ന് പറയുന്നത്, പ്ലെയേഴ്സ് എന്ന് പറയുന്നത് 7 പേരാണ്. 11 പേരുള്ളത് നമുക്കറിയാം. ഏതൊക്കെയാണ്? ക്രിക്കറ്റ്, ഫുട്ബോൾ, അതുപോലെ ഹോക്കി പോലുള്ള സ്പോർട്സിലെല്ലാം 11 പേരുണ്ടാവാറുണ്ട്. ഓക്കെ, വോളിബോളിൽ 6 പേരുണ്ടാവും. വോളിബോളിൽ 6 പേരാണ് ഉണ്ടാവുന്നത്. അടുത്തത് നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ദ ഫസ്റ്റ് റിലീജിയൻ ഓഫ് വേൾഡ് ഈസ്? വേൾഡിൽ തന്നെ ആദ്യത്തെ റിലീജിയൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ബുദ്ധിസം ഉണ്ട്, ജൈനിസം ഉണ്ട്, സിക്കിസം ഉണ്ട്, ഹിന്ദുയിസം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതാണ്? ഹിന്ദുയിസമാണ്. ഹിന്ദുയിസത്തിൽ നിന്നാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ഓരോന്നായിട്ട് ഈ ബാക്കിയുള്ള ബുദ്ധിസം, ജൈനിസം, അതുപോലെ തന്നെ അതാണ് സിക്കിസം പോലെ ഓരോന്ന് ഇവോൾവ് ചെയ്ത് വരാൻ കാരണമായിട്ടുള്ളത് ഈ ഹിന്ദുയിസമാണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഹിന്ദുയിസമാണ്. അതിൽ നിന്നാണ് ബാക്കിയുള്ള മതങ്ങൾ കൂടുതലും ജനറേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് എന്ന് പറയുന്നത് ഇസ് ആൻ ഓട്ടോബയോഗ്രഫി ഓഫ് ഹൂം? ആരുടെ ഓട്ടോബയോഗ്രഫിയാണ് സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് എന്നാണ് ചോദിക്കുന്നത്. കപിൽ ദേവ്, സാനിയ മിർസ, സുനിൽ ഗവാസ്കർ, സൈന നെഹ്വാൾ. ആരുടേതാണ്? കപിൽ ദേവിന്റെ ഓട്ടോബയോഗ്രഫിയാണ് സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് എന്ന് അറിയപ്പെടുന്നത്. കപിൽ ദേവിന്റെ പ്രത്യേകത എന്തുവാണ്? അതായത് ODI ക്രിക്കറ്റിൽ ആദ്യമായിട്ട് സെഞ്ചുറി അടിച്ച ഇന്ത്യൻ പ്ലെയർ ആണ് കപിൽ ദേവ് എന്ന് അറിയപ്പെടുന്നത്. കപിൽ ദേവ് 1983 വേൾഡ് കപ്പിൽ സിംബാബ്വെക്കെതിരെയായിരുന്നു ആദ്യത്തെ സെഞ്ചുറി അടിക്കുന്നത്. 1983 വേൾഡ് കപ്പ് എടുത്തതും ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്നു കപിൽ ദേവ്. 24 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രധാനമന്ത്രി ആവണം എന്നുണ്ടെങ്കിൽ 25 വയസ്സ് വേണം. അതായത് വേൾഡ് കപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ 24 വയസ്സിലും വേൾഡ് കപ്പ് ജയിക്കാനായിട്ട് പറ്റും എന്നാണ്. ഓക്കെ, എയ്സ് അഗെയിൻസ്റ്റ് ഓഡ്സ് എന്നറിയപ്പെടുന്നത് സാനിയ മിർസയുടെ
ഓട്ടോബയോഗ്രഫിയാണ്. സാനിയ മിർസയുടെ ഓട്ടോബയോഗ്രഫിയാണ് എയ്സ് അഗെയിൻസ്റ്റ് ഓഡ്സ് എന്ന് അറിയപ്പെടുന്നത്. സുനിൽ ഗവാസ്കറിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്കുണ്ട്, എന്താണ് സണ്ണി ഡേയ്സ് സുനിൽ ഗവാസ്കറിന്റെ ബുക്കാണ്. സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട് കപിൽ ദേവിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഓക്കെ, അടുത്തത് രാധാമോഹൻ കപ്പ് ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്പോർട്ട് എന്നാണ് ചോദിക്കുന്നത്. രാധാമോഹൻ കപ്പ് ഏത് സ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് സ്പോർട്ടിലുള്ള ചാമ്പ്യൻഷിപ്പാണ് രാധാമോഹൻ കപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഫ്, പോളോ, ക്രിക്കറ്റ്, ഫുട്ബോൾ. ഏതാണ്? പോളോയാണ്. പോളോയിലുള്ള എന്താണ് ഒരു ഇവൻ്റാണ് എന്ന് പറയുന്നത് രാധാമോഹൻ കപ്പ് എന്ന് പറയപ്പെടുന്നത്. ഗോൾഫിലുള്ള ഇതുപോലെ വേറൊരു കപ്പുണ്ട്, അത് റൈഡർ കപ്പാണ്. ക്രിക്കറ്റിൽ നമുക്കറിയാം എന്താണ് രഞ്ജി ട്രോഫി, റാനി ട്രോഫി, അതുപോലെ തന്നെ എന്തുണ്ട് IPL പോലെയുള്ള ടൂർണമെന്റ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ദുലീപ് ട്രോഫി ഉണ്ട്, എന്താണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി. ഇതെല്ലാം ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഫുട്ബോളിന് നമുക്കറിയാം ഡ്യൂറന്റ് കപ്പ്, സന്തോഷ് ട്രോഫി, ISL, ഇതെല്ലാം ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ടൂർണമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചത് രാധാമോഹൻ കപ്പാണ്, അത് പോളോയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നാഷണൽ ഗെയിം ഓഫ് ന്യൂസിലാൻഡ്? ന്യൂസിലാൻഡിന്റെ നാഷണൽ ഗെയിം ഏതാണെന്നാണ് ചോദിക്കുന്നത്. റഗ്ബി, ക്രിക്കറ്റ്, ഗോൾഫ്, ഫുട്ബോൾ. ഏതാണ്? റഗ്ബിയാണ്. ക്രിക്കറ്റ് ഒന്നും എഴുതിക്കളയരുത്. എന്താണ് നമ്മുടെ ന്യൂസിലാൻഡ് നല്ല ഒരു എന്താണ് ക്രിക്കറ്റിലുള്ള വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ്. പക്ഷേ അവരുടെ നാഷണൽ ഗെയിം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഗ്ബിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടേതും ഏതാണ്? റഗ്ബി തന്നെയാണ്. അടുത്തത്, വേർ ഇസ് ദ ടോംബ് ഓഫ് സെയിന്റ് കബീർ? കബീറിന്റെ ടോംബ് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. സസാരം, മഗർ, ഡൽഹി, കാബൂൾ. ഏതാണ്? മഗർ എന്നറിയപ്പെടുന്നത് ഗോരഖ്പൂർ UPയിലുള്ള ഗോരഖ്പൂരിനടുത്താണ് മഗർ. അത് ആരുടെ ടോംബാണ്? സെയിന്റ് കബീറിന്റെ ടോംബാണ്. ഇനിയുണ്ട് സസാരം ആരുടെ ടോംബാണ്? അത് ഷേർഷാ സൂരിയുടെ ടോംബാണ് സസാരം. ഓക്കെ, ബാക്കിയുള്ള ഒട്ടുമിക്ക ഫേമസ് ആയിട്ടുള്ള മുഗൾ റൂളേഴ്സ്, അതുപോലെ തന്നെ ആ സമയത്തുണ്ടായിരുന്ന മിക്കവാറുള്ള റൂളേഴ്സിന്റെ എല്ലാം ടോംബുള്ളത് ഡൽഹിയിലാണ്. ഇനിയുണ്ട് കാബൂള് ബാബറിൻ്റെതും, അതുപോലെ തന്നെ ബാബറിന്റെ ടോംബാണ് കാബൂളിലുള്ളത്. ജഹാംഗീറിൻ്റെത് ലാഹോറിലാണ്. അപ്പോൾ 2 മുഗൾ എംപറേഴ്സിന്റെ ടോംബ് മാത്രമേ ഇന്ത്യക്ക് പുറത്തുള്ളൂ. അത് ഒന്ന് കാബൂളിലാണ്, ബാബറിൻ്റെതാണ്. 2 ലാഹോറിലാണ്, ജഹാംഗീറിൻ്റെതാണ്. പിന്നെ സസാരം ഇന്ത്യക്കകത്തുള്ള സ്ഥലം തന്നെയാണ്, ഷേർഷാ സൂരിയുടേതാണ്. അതുപോലെ തന്നെ മഗർ സെയിന്റ് കബീറിൻ്റെതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേസരി ന്യൂസ് പേപ്പർ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ? കേസരി ന്യൂസ് പേപ്പർ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, ഫിറോസ് ഷാ മേത്ത, ബാലഗംഗാധർ തിലക്. നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. ബാലഗംഗാധർ തിലകിന്റെ ന്യൂസ് പേപ്പർ ആണ് കേസരി എന്ന് അറിയപ്പെടുന്നത്. കേസരി ഏത് ഭാഷയിലുള്ള ന്യൂസ് പേപ്പർ ആണ്? ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറാഠിയിലാണ്. മറാത്ത എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഇംഗ്ലീഷിലാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെയുണ്ട് നമ്മുടെ ഫിറോസ് ഷാ മേത്തയ്ക്ക് ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്, അത് ബോംബെ ക്രോണിക്കിളാണ്. ഫിറോസ് ഷാ മേത്തയുടെ ന്യൂസ് പേപ്പർ ആണ്. ബാലഗംഗാധര തിലകിൻ്റെത് മറാത്ത, അതുപോലെ തന്നെ കേസരി മറാത്തി ലാംഗ്വേജിലും മറാത്ത ഇംഗ്ലീഷിലുള്ള ന്യൂസ് പേപ്പർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വൺ ആൻഡ് ഓൺലി ആക്റ്റീവ് വോൾക്കാനോ ഓഫ് ഇന്ത്യ ഈസ് സിറ്റുവേറ്റഡ് ഇൻ? ഇന്ത്യയിലുള്ള ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോ എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, സിക്കിം, മേഘാലയ. എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലുള്ള ബാരൻ ഐലൻഡ് ആണ്. ഐലൻഡാണ് ഇന്ത്യയിലുള്ള ഒരേ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള വോൾക്കാനോ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. ഓക്കെ, ഇപ്പം പെങ്കോങ് ലേക്ക് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി എന്നാണ് ചോദിക്കുന്നത്. ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലാണ് പെങ്കോങ് ലേക്ക് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. ജമ്മു കാശ്മീർ, ലഡാക്ക്, സിക്കിം, മണിപ്പൂർ. ഏതാണ്? ലഡാക്കിലാണ് ഉള്ളത്. ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയാണ്. എപ്പോഴാണ് യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുന്നത്? നമ്മൾ പറഞ്ഞതാണ്, ജമ്മു കാശ്മീരും ലഡാക്കും യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറിയ വർഷം 2019 ഒക്ടോബർ 31 തൊട്ടാണ് അത് യൂണിയൻ ടെറിട്ടറി ആയിട്ട് നിലവിൽ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രയറീസ് ഗ്രാസ് പ്ലെയിൻസ് ബിലോങ്സ് ടു? ഓക്കെ, പ്രയറീസ് ഗ്രാസ് പ്ലെയിൻസ് ബിലോങ്സ് ടു എവിടത്തതാണെന്നാണ് ചോദിക്കുന്നത്. പ്രയറീസ് ഗ്രാസ് പ്ലെയിൻസ് എവിടത്തതാണ്? സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, അതുപോലെ യൂറോപ്പ്. എവിടത്തതാണ്? നോർത്ത് അമേരിക്കയിലുള്ള ഗ്രാസ് പ്ലെയിൻസിനെയാണ് പ്രയറി ടൈപ്പ് ഓഫ് ഗ്രാസ്. ഓരോ ടൈപ്പ് ഉണ്ട്, അതിന് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. പ്രയറീസ് ഗ്രാസ് പ്ലെയിൻസ് ഉള്ളത് നോർത്ത് അമേരിക്കയിലാണ്. സൗത്ത് അമേരിക്കയിൽ ഒരെണ്ണമുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, പാംപാസ്. ഓക്കെ, പാമ്പ് ഇങ്ങനെ S പോലെ ആയിരിക്കത്തില്ലേ? നമ്മൾ മിക്കവാറും വരയ്ക്കുമ്പോഴത്തേക്ക് പാമ്പിനെ വരയ്ക്കുമ്പോൾ S പോലെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതുപോലെ അത് ഓർത്തിരിക്കാൻ പറ്റും. S എന്ന് പറയുന്നതാണ് പാമ്പ് പോലെയാണ് ഇരിക്കുന്നത്. പാംപാസ് എവിടെയാണ്? അത് സൗത്ത് അമേരിക്കയിലാണ്. ഓക്കെ, സൗത്തിന്റെ S, പാമ്പിന്റെ S, പാംപാസ് സൗത്ത് അമേരിക്ക. ഓക്കെ, ആഫ്രിക്കയിലുള്ള ആഫ്രിക്കയിലും ഗ്രാസ് ലാൻഡ് ഉണ്ട്, അതിന് പേരാണ് സാവന്ന ആഫ്രിക്കയിലുള്ള ഗ്രാസ് ലാൻഡ്സ് ആണ്. അതുപോലെ തന്നെ യൂറോപ്പിലുള്ളത് സ്റ്റേപ്പിസ് എന്നാണ്.
ഇപ്പം സ്റ്റേപ്പീസ് യൂറോപ്പ്, ആഫ്രിക്കയിൽ സാവന്ന, അതുപോലെ സൗത്ത് അമേരിക്കയിലുള്ളത് പാമ്പാസ് ആണ്, നോർത്ത് അമേരിക്കയിലുള്ളതാണ് പ്രയറീസ്. ഓക്കെ, നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. ഹു എസ്റ്റാബ്ലിഷ്ഡ് ആഗ്ര സിറ്റി? ആഗ്ര സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. അക്ബർ ഉണ്ട്, സിക്കന്ദർ ലോധി ഉണ്ട്, അലാവുദ്ദീൻ ഖിൽജി ഉണ്ട്, ബഹലു ലോധിയാണ്. ആരാണ്? സിക്കന്ദർ ലോധിയാണ്. ലോധി ഡൈനാസ്റ്റിയിലുള്ള ഒരു റൂളറാണ് സിക്കന്ദർ ലോധി. അയാളാണ് ആഗ്ര സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ നബാർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്? നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതാണെന്നാണ് ചോദിക്കുന്നത്. 1980, 1984, 1982, 1986. ഏത് വർഷം? 1982. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 1982 നബാർഡ് വരുന്നത്. നബാർഡ് ഫോം ചെയ്യാൻ കാരണമായിട്ടുള്ള കമ്മിറ്റി ഏതാണ്, അതായത് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിവരാമൻ കമ്മിറ്റിയാണ്. വേറൊരു കമ്മിറ്റി നമ്മൾ പഠിച്ചല്ലോ, അതേതായിരുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഹിൽട്ടൺ എം കമ്മിറ്റി. ഇവിടെ നബാർഡാണ്. നബാർഡിൻ്റെത് ശിവരാമൻ കമ്മിറ്റിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹയസ്റ്റ് കോൺട്രിബ്യൂട്ടർ സ്റ്റേറ്റ് ഇൻ ജി ഡി പി? ഹയസ്റ്റ് കോൺട്രിബ്യൂട്ടർ സ്റ്റേറ്റ് ഇൻ ജി ഡി പി ഏതാണ്? മഹാരാഷ്ട്ര, മിസോറാം, മധ്യപ്രദേശ്, പഞ്ചാബ്. ജി ഡി പി എന്താണെന്ന് അറിയാലോ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. അത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയാണ് ഹയസ്റ്റ് കോൺട്രിബ്യൂട്ടർ സ്റ്റേറ്റ് ഇൻ ജി ഡി പി. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്റ്റർ വിച്ച് കേസ് മഹാത്മാഗാന്ധി ഹാഡ് വിത്ഡ്രോൺ ഫ്രം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്? മഹാത്മാഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിത്ഡ്രോ ചെയ്യാൻ കാരണമായിട്ടുള്ള മൂവ്മെന്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 1922 നമ്മൾ ഈ പറയുന്ന ഇൻസിഡന്റ് നടക്കുന്നത്. ഏത് ഇൻസിഡന്റ് ആണ്? ചൗരി ചൗര ട്രാജഡി ആണ്. ചൗരി ചൗര എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യുന്നു? അക്രമികൾ എന്ത് ചെയ്യുന്നു? അത് തീയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സമരത്തിനെ അനുകൂലിച്ചുകൊണ്ടിരുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അഹിംസ എന്ന് പറയുന്ന അത് തെറ്റിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ചൗരി ചൗരയിൽ ഈ ഒരു ട്രാജഡി നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രോ ചെയ്യുന്നത്. പിന്നെ എന്തുണ്ട്? ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി ഉണ്ട്. അത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് റിപ്പണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലോർഡ് റിപ്പൺ, വൈസ്രോയി ആയിരുന്നു ലോർഡ് റിപ്പൺ. പിന്നെ എന്തുണ്ട്? കാക്കോരി ട്രെയിൻ റോബറി കേസ് ഉണ്ട്, നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇനി ചിറ്റഗോങ് ആർമർ റെയ്ഡും നമ്മൾ പഠിക്കും. സൂര്യ സെൻ ആണ് ചിറ്റഗോങ് ആർമർ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. കാക്കോരി ട്രെയിൻ റോബറി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് രാംപ്രസാദ് ബിസ്മിലാണ്. ഓക്കെ, നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. മുണ്ട ഈസ് ദ മെയിൻ ട്രൈബ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? മുണ്ട ഏത് സ്റ്റേറ്റിലുള്ള ട്രൈബാണ്? ഉത്തർപ്രദേശ്, അരുണാചൽ പ്രദേശ്, മേഘാലയ, ജാർഖണ്ഡ്. നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മുണ്ട കലാപം ഏതാണ്? ജാർഖണ്ഡിലാണ്. ബിർസ മുണ്ട അവിടുത്തെ വലിയ നേതാവായിരുന്നു. മുണ്ട ട്രൈബിലുള്ള ലീഡറായിരുന്നു ബിർസ മുണ്ട. ജാർഖണ്ഡിലാണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഐഡിയൽ ടെമ്പറേച്ചർ ഫോർ റൈസ് കൾട്ടിവേഷൻ? ഇമ്പോർട്ടൻ്റ് ആണ്. SCERT അതുപോലെ NCERT ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള പോയിന്റ് ആണ്. വാട്ട് ഈസ് ഐഡിയൽ ടെമ്പറേച്ചർ ഫോർ റൈസ് കൾട്ടിവേഷൻ? റൈസ് കൾട്ടിവേഷൻ്റെ ഐഡിയൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 to 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 20 മുതൽ 37 ഡിഗ്രി സെൽഷ്യസ് ഇതിൻ്റെ ഇടയ്ക്കാണ് ഐഡിയൽ ടെമ്പറേച്ചർ ഫോർ റൈസ് കൾട്ടിവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് അക്ബർ എന്നാണ് ചോദിക്കുന്നത്. അക്ബറിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ടിരുന്ന ആരാണ്? അതുപോലെ തന്നെ അക്ബറിന്റെ ഗാർഡിയൻ ആയിട്ടിരുന്ന ആരാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. അതാരാണ്? ബൈറാം ഖാനാണ്. അതായത് 1556 സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് നടക്കുന്നുണ്ട് അക്ബറും അതുപോലെ തന്നെ ഹെമുവുമായിട്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ബാറ്റിൽ ലീഡ് ചെയ്യുന്നത് ബൈറാം ഖാനാണ്. അക്ബറിന്റെ മുൻനിർത്തി ബാറ്റിൽ ലീഡ് ചെയ്യുന്നത് ബൈറാം ഖാനാണ്. കമാൻഡർ ഇൻ ചീഫും അതുപോലെ തന്നെ അക്ബറിന് എന്താണ്? ലോക്കൽ ഗാർഡിയനും ഒക്കെ ആയിരുന്നു. ശരി, അടുത്ത ക്വസ്റ്റ്യൻ, എയർഫോഴ്സ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ? എയർഫോഴ്സ് ഡേ, അതായത് ഇന്ത്യയിലെ എയർഫോഴ്സ് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 15th ജാനുവരി, 8th ഒക്ടോബർ, 25th ഒക്ടോബർ, 4th ഡിസംബർ. ഏതാണ്? 8th ഒക്ടോബറിലാണ്. 8th ഒക്ടോബറിലാണ് എന്ത് ചെയ്യുന്നത്? എയർഫോഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 15th ജനുവരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേത് ഡേ ആണ്? അത് ആർമി ഡേ ആണ്. അതുപോലെ തന്നെ എന്താണ്? 4th ഡിസംബർ ഉണ്ട്. 4th ഡിസംബർ നേവി ഡേ ആണ്. നേവൽ ഡേ അല്ലെങ്കിൽ നേവി ഡേ. അതാണ് നാഷണൽ നേവൽ ഡേ അല്ലെങ്കിൽ നേവി ഡേ ആണ് 4th ഡിസംബർ. ആർമി ഡേ വന്നിട്ട് 15th ജാനുവരി ആണ്. 8th ഒക്ടോബർ എന്താണ്? എയർഫോഴ്സ് ഡേ ആണ്. ഓക്കെ, നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. മാൽഡീവ്സ് പാർലമെന്റ് ഈസ് നോൺ ആസ്? മാൽഡീവ്സ് പാർലമെന്റിന്റെ പേര് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സെനറ്റ്, ഷോറ, ഷോഗ്ദു, മാജ്ലിസ്. ഏതാണ്? ആ പേരിൽ തന്നെ ഉണ്ട്. ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ്. മാൽഡീവ്സ് പാർലമെന്റിന്റെ പേര് മാജ്ലിസ് ആണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? മുഹമ്മദ് മൊയ്സോ ആണ്. ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. മുഹമ്മദ് മൊയ്സോ ആണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. ഷോറ നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ സൗദി അറേബ്യ, അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഷോറ. പിന്നുണ്ട് ഷോഗ്ദു ഉണ്ട്, അത് ഭൂട്ടാനിലുള്ളതാണ്. സെനറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, മാൽഡീവ്സ് പാർലമെന്റിലുള്ളതാണ്. മാൽഡീവ്സ് പാർലമെന്റിന്റെ പേര് എന്നാണ് ചോദിക്കുന്നത്. മാജ്ലിസ് ആണ്. ഷോറ അഫ്ഗാനിസ്ഥാൻ്റെതാണ്. ഷോഗ്ദു എന്താണ്? ഭൂട്ടാൻ്റെതാണ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 31 ഹാസ് ബീൻ റിമൂവ്ഡ് ഫ്രം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ വിച്ച് ഇയർ? നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. ആർട്ടിക്കിൾ 31 എന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ് പറയുന്നത്. അപ്പൊ പിന്നെ ഏത് ആർട്ടിക്കിൾ ആയിരിക്കും? ആർട്ടിക്കിൾ 44th അമെന്റ്മെന്റ്. 44th അമെന്റ്മെന്റ് 1978. 44th അമെന്റ്മെന്റ് 1978ലാണ് ആർട്ടിക്കിൾ 31 എന്ത് ചെയ്യുന്നത്? റിമൂവ് ചെയ്തിട്ട് 300A കൊണ്ട് അതിനെ ഒരു ലീഗൽ റൈറ്റ് ആക്കി വച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നേരെ അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ വിച്ച് ഫീൽഡ് BC റോയ് അവാർഡ് ഗിവൺ? ഇമ്പോർട്ടൻ്റ് ആണ്. BC റോയ് അവാർഡ് കൊടുക്കുന്നത് ഏത് ഫീൽഡിലാണ്? ആർട്ട്, ഡാൻസ്, മ്യൂസിക്, മെഡിക്കൽ. അറിയാം BC റോയ് എന്താണ്? ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആയിരുന്നു, മെഡിക്കൽ ആണ്. മാത്രമല്ല ഫോർമർ ചീഫ് മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിന്റെ ഫോർമർ ചീഫ് മിനിസ്റ്ററും കൂടെ ആയിരുന്നു BC റോയ്. പുള്ളിയുടെ പേരിൽ കൊടുക്കുന്നതാണ് BC റോയ് അവാർഡ്. ഏത് ഫീൽഡിലാണ്? മെഡിക്കൽ ഫീൽഡിലാണ് കൊടുക്കുന്നത്. അടുത്തത്, വിത്ത് വിച്ച് കൺട്രി ഇന്ത്യ ഹാസ് ലോങ്സ്റ്റ് ബോർഡർ? ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ലോങ്സ്റ്റ് ബോർഡർ ഉള്ളത് ഏത് കൺട്രിയുമായിട്ടാണ്? ഇവിടെ ബോർഡർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലാൻഡ് ബോർഡർ തന്നെയാണ്. ലാൻഡ് ബോർഡർ ഏത് കൺട്രിയുമായിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈന, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ. ഏതാണ്? ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശുമായിട്ടാണ് ലോങ്ങസ്റ്റ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. ഇനിയുണ്ട് ചൈന. ഇന്ത്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭൂട്ടാനാണ്. സ്മോളസ്റ്റ് കൺട്രി. ബോർഡർ ഷെയർ ചെയ്യുന്നതിൽ ലാർജസ്റ്റ് കൺട്രി ചൈനയും സ്മോളസ്റ്റ് കൺട്രി ഭൂട്ടാനുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലോങ്ങസ്റ്റ് ബോർഡർ ഏതായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം എന്ത് ചെയ്യുക? നന്നായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക. വേറൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.